ഹലോ, ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി അല്ലെങ്കിൽ വറുത്തരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, 2 ചെറിയ കായ, ഇതെല്ലാം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ വറുത്തരിശ്ശേരിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ വേവിച്ച കഷ്ണങ്ങളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് അത്യാവശ്യം നല്ല വെളിച്ചെണ്ണ വേണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു വലിയ തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേപ്പിലയും കൂടി നല്ല ചോക്ക് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വരും തോറും നമ്മൾ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണ അതിനകത്ത് നിന്ന് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കടലപ്പരിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വേവിച്ച് വെച്ചത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. കടലപ്പരിപ്പിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചുമന്ന പയറോ ചുമന്ന കടലയോ വേവിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശർക്കരയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ വറുത്തരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വറുത്തിടാനായിട്ട് വറ്റൽമുളകും വേപ്പിലയും കൂടി ആഡ് ചെയ്ത് വറുത്ത് ചേർക്കാം. നമ്മുടെ രുചിയൂർന്ന സദ്യ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരിശ്ശേരി എന്നും പറയും, കൂട്ടുകറി എന്നും പറയും. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഈ സദ്യക്ക് ഈ പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ബൈ ഫ്രം M4 Foodie.